മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീടിന് 20 ലക്ഷം രൂപ ചെലവിടും. ദുരന്തബാധിതർക്ക് 7 സെന്റ് ഭൂമിയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാത്രമാകും ആദ്യം വീട് നിർമ്മിക്കുക. മന്ത്രിസഭായോഗ തീരുമാനത്തിൽ എതിർപ്പുമായി ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തി. 10 സെന്റ് സ്ഥലം വേണമെന്ന് ആക്ഷൻ കൗൺസിലും ടി സിദ്ദിഖ് MLAയും 24 പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിന് വേണ്ടി എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമാകും ആദ്യം ഏറ്റെടുക്കുക. ഒരു വീടിന് 20 ലക്ഷം ചെലവ് നിശ്ചയിച്ചു. 7 സെന്റ് ഭൂമിയിലാണ് വീട് നിർമ്മിക്കുന്നത്. ദുരന്ത മേഖലയിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ള വീടുകൾ മാത്രം പരിഗണിച്ച് ഫേസ് 2B ലിസ്റ്റ് തയ്യാറാക്കും. ഇതിനായി വയനാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകും. ഭൂമി പതിച്ചു നൽകുന്നതിന് ഗുണഭോക്താവിന്റെ വരുമാന പരിധി കണക്കാക്കില്ല. 12 വർഷത്തേക്ക് അന്യാധീനപ്പെടുത്താൻ പാടില്ല. റെസിഡൻഷ്യൽ യൂണിറ്റും വീടും ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും പേരിലായിരിക്കും. ദുരന്തബാധിതർക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ള 300 രൂപ ബത്ത തുടർന്നു പോരാനും തീരുമാനമുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്ന ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സപ്ലൈകോ വഴി മാസം 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങാവുന്ന കൂപ്പൺ അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എന്നാൽ 10 സെന്റ് ഭൂമി തന്നെ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആക്ഷൻ കൗൺസിൽ. പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ അനാസ്ഥയെന്നാരോപിച്ച് ടി സിദ്ദിഖ് MLAയുടെ ഉപവാസ സമരം പുരോഗമിക്കുകയാണ്. ദുരന്തബാധിതരോട് സർക്കാർ എന്തിനാണ് പിശുക്ക് കാണിക്കുന്നതെന്ന് ടി സിദ്ദിഖ് MLA ചോദിച്ചു. കേന്ദ്ര സർക്കാർ ഒരു ജന്മിയുടെ സ്വഭാവത്തോടുകൂടി കേരളത്തിലെ ഈ ദുരന്തബാധിതർക്കെതിരായിട്ടുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. കേരള സർക്കാർ സ്വീകരിക്കുന്നത് ജനം കൊടുത്ത പണം പോലും അതിൻ്റെ മേലെ അടയിരിക്കുകയല്ലാതെ അത് മാന്യമായി കൊടുക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ മറ്റൊരു ദുരന്തമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നാളെ UDFന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് വളയൽ സമരവുമുണ്ട്. വയനാട് ബ്യൂറോയ്ക്കൊപ്പം 24 തിരുവനന്തപുരം.